നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിൽ നിന്ന് വീണ്ടും അടർത്തിയെടുത്തതിന് പിന്നാലെ പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ ലക്ഷ്യമിടാനാണ് ബി.ജെ.പിയുടെ അടുത്ത വമ്പൻ പ്ലാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ പാർട്ടികളുമായി അപ്രതീക്ഷിത സഖ്യം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നേക്കും. എൻ.ഡി.എ അതിവേഗം വിപുലീകരിക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തുന്നതെന്ന് വ്യക്തം. യു.പിയിൽ നിന്ന് ആർ.എൽ.ഡിയെ അടർത്തിയെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്താനോ വലിയ പ്രതികരണത്തിനോ ആർ.എൽ.ഡി തയ്യാറായിട്ടില്ല. ചരൺ സിംഗിന് ഭാരതരത്ന നൽകിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജയന്ത് ചൗധരി നേരത്തെ പ്രശംസിച്ചിരുന്നു. യു.പിയിലെ സഖ്യത്തിൽ തീരുമാനമായില്ലെങ്കിലും പഞ്ചാബിൽ ഉടനടി സഖ്യമുണ്ടാവുമെന്നാണ് സൂചന. ശിരോമണി അകാലിദൾ വൈകാതെ തന്നെ എൻ.ഡി.എ സഖ്യത്തിൽ തിരിച്ചെത്തും. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് അകാലിദളുമായി ചർച്ചകൾ നടക്കുന്നത്. ഇക്കാര്യം അമിത്ഷാ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നിലും അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബി.എസ്.പിയുമായിട്ടാണ് സഖ്യമെന്ന് സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞിരുന്നു. കോൺഗ്രസും എ.എ.പിയും കള്ളന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2020 അകാലിദൾ എൻ.ഡി.എയിൽ നിന്ന് രാജിവെച്ചത്. കാർഷിക ബില്ലിനെ തുടർന്നുള്ള പ്രശ്നങ്ങളായിരുന്നു അതിനു കാരണം. നിലവിൽ പഞ്ചാബിൽ ദുർബലമായ അവസ്ഥയിലാണ് അകാലിദളും. അതുകൊണ്ട് സഖ്യമില്ലെങ്കിൽ ഇരു പാർട്ടികളും തിരിച്ചടി നേരിടാനാണ് സാധ്യതയും. ആന്ധ്രാപ്രദേശിൽ അതുപോലെ തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ടാണ് ബി.ജെ.പി സഖ്യമുണ്ടാക്കാൻ പോകുന്നത്. ചന്ദ്രബാബു നായിഡു നേരത്തെ അമിത്ഷായെയും ജെ.പി നദ്ദയെയും കണ്ടിരുന്നു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായിട്ടാണ് സഖ്യമുണ്ടാക്കുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആന്ധ്രയിൽ ഒരുമിച്ചാണ് നടക്കുന്നത്. നായിഡുവിനൊപ്പം ചേർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാവുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അടുത്തിടെ വന്ന സർവേകളിൽ ചന്ദ്രബാബു നായിഡു നേട്ടമുണ്ടാക്കുമെന്നാണുള്ളത്. ടി.ഡി.പി 2018 സഖ്യം വിട്ടതിന്റെ നീരസം ഇപ്പോഴും ബി.ജെ.പി നേതാക്കൾക്ക് ചന്ദ്രബാബു നായിഡുവിനോടുണ്ട്. ബി.ജെ.പിക്ക് എത്ര സീറ്റ് നൽകാൻ ടി.ഡി.പി തയ്യാറാവും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സഖ്യമുണ്ടാവുകയെന്നാണ് സീനിയർ നേതാക്കൾ നൽകുന്ന സൂചന. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് ആന്ധ്രയിൽ ടി.ഡി.പിക്ക് ലഭിച്ചത്. ആന്ധ്രയിൽ ഭരണവും അവർക്ക് നഷ്ടമായിരുന്നു. വൈ.എസ്.ആർ കോൺഗ്രസുമായി അടുത്ത ബന്ധവും ബി.ജെ.പിക്കുണ്ട്. സർക്കാരിനെ നിരവധി കാര്യങ്ങളിൽ സഹായിച്ചത് വൈ.എസ്.ആർ കോൺഗ്രസ് ആണ്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ജെ.ഡി.എസും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിലും വലിയ പരാജയമായിരുന്നു കർണാടകയിൽ നേരിടേണ്ടി വന്നത്. അന്ന് സംസ്ഥാനത്ത് കോൺഗ്രസും ജെ.ഡി.എസും ചേർന്ന സഖ്യമായിരുന്നു അധികാരത്തിൽ. പിന്നാലെ സർക്കാർ വീഴുകയും ബി.ജെ.പി അധികാരത്തിൽ വരികയും ചെയ്തിരുന്നു. ഇത്തവണ പക്ഷേ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ ജെ.ഡി.എസിന് വലിയ അധികാരമൊന്നും കർണാടകയിലില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കൊപ്പം കൂടാൻ ജെ.ഡി.എസ് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ബി.ജെ.പി ഇതും മുതലാക്കുമെന്നതിൽ സംശയം വേണ്ട.